ഹൃദയം തുറന്നാരാധന, ആധരം തുറന്നാരാധന, കരങ്ങളുയർത്തി ആരാധന, കരങ്ങളടിച്ചും ആരാധന. ഹൃദയം തുറന്നാരാധന, ആധരം തുറന്നാരാധന, കരങ്ങളുയർത്തി ആരാധന, കരങ്ങളടിച്ചും ആരാധന. ആരാധന ആരാധന ഹല്ലേലൂയ പാടാം ആരാധന. ആരാധന ആരാധന ഹല്ലേലൂയ പാടാം ആരാധന. ഹൃദയം തുറന്നാരാധന, ആധരം തുറന്നാരാധന, കരങ്ങളുയർത്തി ആരാധന, കരങ്ങളടിച്ചും ആരാധന. സ്നേഹപിതാവിന് ആരാധന, രക്ഷകനേശുവിനാരാധന. സ്നേഹപിതാവിന് ആരാധന, രക്ഷകനേശുവിനാരാധന. പരിശുദ്ധ റൂഹായ്ക്ക് ആരാധന, ഇസ്രായേലിൻ ദൈവത്തിനാരാധന. പരിശുദ്ധ റൂഹായ്ക്ക് ആരാധന, ഇസ്രായേലിൻ ദൈവത്തിനാരാധന. ഹൃദയം തുറന്നാരാധന, ആധരം തുറന്നാരാധന, കരങ്ങളുയർത്തി ആരാധന, കരങ്ങളടിച്ചും ആരാധന. സൗഖ്യദായകനാരാധന, ജീവന്റെ ജീവനാരാധന. സൗഖ്യദായകനാരാധന, ജീവന്റെ ജീവനാരാധന. സെഹിയോനിൽ നിറഞ്ഞവനാരാധന, ചെങ്കടൽ കടത്തിയോനാരാധന. സെഹിയോനിൽ നിറഞ്ഞവനാരാധന, ചെങ്കടൽ കടത്തിയോനാരാധന. ഹൃദയം തുറന്നാരാധന, ആധരം തുറന്നാരാധന, കരങ്ങളുയർത്തി ആരാധന, കരങ്ങളടിച്ചും ആരാധന. ആരാധന ആരാധന ഹല്ലേലൂയ പാടാം ആരാധന.
യേശുവേ അങ്ങേക്ക് സ്തുതി, യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ അനേകരുടെ മുൻപിൽ ഏറ്റവും വലിയൊരു സംശയവും ഇത് തന്നെ. ദിവ്യകാരുണ്യത്തിൽ യേശു ഉണ്ടോ? ദിവ്യകാരുണ്യത്തിൽ യേശു ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമാണ്. ചില വ്യക്തികൾ കത്തോലിക്ക സഭ വിട്ടുപോകാനുണ്ടായ കാരണങ്ങൾ, അവർക്ക് ഉതപ്പുണ്ടായതിൻ്റെ പിന്നിൽ ദിവ്യകാരുണ്യത്തിൽ യേശു ഇല്ല എന്നൊരു ചിന്തയായിരുന്നു. സഭ വിട്ടുപോയവരൊക്കെ അഭിഷേകം പ്രാപിച്ചതിനും അനുഗ്രഹം പ്രാപിച്ചവരും കൃപാവരങ്ങൾ നിറഞ്ഞതും ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ്. ദിവ്യകാരുണ്യ ഈശോയെ മറന്ന് വിശുദ്ധ കുർബാനയെ പരിത്യജിച്ചുകൊണ്ട് വിട്ടുപോയ അനേകരുണ്ട്. അവർ യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട്, സത്യത്തെ മറന്നുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തി തന്നെയാണിത്. ദിവ്യകാരുണ്യത്തിൽ യേശു ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. തൻ്റെ ജനത്തോടുള്ള വലിയ സ്നേഹത്താൽ അവൻ ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുക. അപ്പത്തിൽ മറഞ്ഞിരുന്നുകൊണ്ട് തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് സ്നേഹത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ദിവ്യകാരുണ്യത്തിലൂടെ യേശു വെളിപ്പെടുത്തുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവും ശക്തിയും ദിവ്യകാരുണ്യമാണ്. ദിവ്യകാരുണ്യത്തിലുള്ള ആഴമായ വിശ്വാസം, ദിവ്യകാരുണ്യത്തിലുള്ള ആഴമായ ഭക്തി, ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന യേശുവിനെ ആരാധിക്കാനുള്ള ഒരു മനസ്സ് ഉള്ള വ്യക്തിയാണ് ആധ്യാത്മിക ജീവിതത്തിൽ വളരുന്നത്, ഉയർച്ച പ്രാപിക്കുന്നത്, ശക്തിപ്പെടുന്നത്. ദിവ്യകാരുണ്യത്തിൽ ഉടനീളം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഓരോ ദിവ്യകാരുണ്യ ആരാധനകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ആരൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും ഇത് ഏറ്റവും വലിയ സത്യമാണ്, ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. യേശു ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പത്തിൽ വസിക്കുന്ന യേശുവിനെ നമുക്ക് സ്നേഹിക്കാം, അപ്പത്തിൽ വസിക്കുന്ന യേശുവിനെ നമുക്ക് ആരാധിക്കാം, അവനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്ക് ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരുന്നുകൊണ്ട് കടന്നു വരുന്ന യേശുവിനെ നമുക്ക് നിത്യവും ആരാധിക്കാം. ഈ ആരാധന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവമായിട്ട് മാറട്ടെ. കർത്താവായ യേശുവേ, അങ്ങയുടെ വലിയ കാരുണ്യം ഈ സമൂഹത്തിന് മേൽ ചൊരിയണമേ. കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിലിരുന്ന് ഈ ശുശ്രൂഷ കാണുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ആഴമായ വിശ്വാസത്തിലേക്ക് ദൈവജനത്തെ നയിക്കണമേ. യേശുവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും സ്തുതിയും ആരാധനയും ദിവ്യകാരുണ്യ യേശുവെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവേ, മഹത്വം. ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ആധ്യാത്മിക ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവൻ തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 35-ാമത്തെ വചനം പറയുന്നു, ഞാനാണ് ജീവന്റെ അപ്പം. നിത്യജീവന്റെ അച്ചാരം ദിവ്യകാരുണ്യമാണ്. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ക്രൈസ്തവ ആധ്യാത്മിക ജീവിതമാണ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. ദിവ്യകാരുണ്യത്തെ ഏറെ സ്നേഹിക്കുവാൻ, വിശുദ്ധ കുർബാനയിൽ ആഴമായിട്ട് അനുഭവത്തോടെ പങ്കുചേരുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും കാൽവരിയിലെ ക്രിസ്തുവിന്റെ ആ യാഗത്തിന്റെ പുനരർപ്പണം തന്നെയാണ്. പ്രതീകങ്ങളിലൂടെ, അർത്ഥങ്ങളിലൂടെ എല്ലാം വിശുദ്ധ കുർബാന വിശുദ്ധ ബലിവേദിയിൽ അർപ്പിക്കപ്പെടുകയാണ്. ഈ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ വിശുദ്ധ ബലിയിലും ഇവിടെ ആശീർവദിക്കപ്പെടുന്ന ആ തിരുവോസ്തിയും ആ വീഞ്ഞും യേശുവിന്റെ ശരീരരക്തങ്ങളായിട്ട് മാറുന്നു. ഇതൊരു സത്യമാണ്, 100% സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ നിഷേധിച്ചാലും ഇത് യാഥാർത്ഥ്യമാണ്. വൈദികൻ ആശീർവദിക്കുന്ന ഓരോ തിരുവോസ്തിയും ദിവ്യകാരുണ്യമായിട്ട് മാറുന്നു. ആ തിരുവോസ്തിയിൽ ക്രിസ്തുവിന്റെ പൂർണ്ണമായ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ പൂർണ്ണമായ സാന്നിധ്യം അപ്പത്തിലുണ്ട്. ആ വീഞ്ഞ് യേശുവിന്റെ രക്തമായിട്ട് മാറുന്നു. ഇത് സത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ നാവിലിരിക്കുന്ന തിരുവോസ്തിയിൽ പുനരുദ്ധാനം ചെയ്ത യേശുവിന്റെ പൂർണ്ണ സാന്നിധ്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 60-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു,
യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരു പറ്റം ആളുകൾ പറയുന്നു, ഈ വചനം കഠിനമാണ്, ഇതെങ്ങനെ വിശ്വസിക്കും? അവന്റെ ശരീരം നമ്മൾ എങ്ങനെ ഭക്ഷിക്കും? അവന്റെ രക്തം നമ്മൾ എങ്ങനെ പാനം ചെയ്യും? അവരുടെ മനസ്സിന് സംശയം വളർന്നു. അവരെന്ത് ചെയ്തെന്നറിയാമോ? യോഹന്നാൻ 6:66 ഇങ്ങനെ നാം വായിക്കുന്നു, അവന്റെ ശിഷ്യന്മാരിൽ അനേകർ അവനെ വിട്ടുപോയി, പിന്നീട് ഒരിക്കലും അവർ അവന്റെ കൂടെ നടന്നില്ല. അനേകം ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോയി, പിന്നീട് ഒരിക്കലും അവർ അവന്റെ കൂടെ നടന്നിട്ടില്ല എന്ന് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, യേശുവിനെ വിട്ടുപോയ ഇവരെ യേശുവിന് വേണം. അവർക്ക് വേണ്ടി കൂടിയല്ലേ യേശു മരിച്ചത്? അതെ. അങ്ങനെയെങ്കിൽ യേശുവിന് ഇപ്രകാരം പറയത്തില്ലേ, മക്കളെ ആരും പോവരുത്, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, ഇത് വെറും ഒരു ഓർമ്മ ആചരണമാണ്, അതിനപ്പുറം ഒന്നുമില്ല, പോകരുത്, തിരിച്ചു പോ. യേശു പറഞ്ഞോ? ഇല്ല. പോകേണ്ടവർക്ക് പോകാം, അവന്റെ വചനത്തിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, യേശുവിന്റെ വചനത്തിന് മാറ്റമില്ല. അവൻ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്, എന്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം, എന്റെ രക്തം നിങ്ങൾ പാനം ചെയ്യണം, ഇല്ലെങ്കിൽ നിത്യജീവനില്ല. യേശുവിന്റെ വചനത്തിന് മാറ്റമില്ല. അവൻ പറഞ്ഞത് തന്നെ. ഹല്ലേലൂയ. പോകേണ്ടവർക്ക് പോകാം. കർത്താവിന് സങ്കടമുണ്ട് പോയവരെ ഓർത്ത്. പക്ഷേ അവൻ തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞ വചനം യേശു മാറ്റി പറയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ തിരിച്ചറിയുക, ഓരോ ദേവാലയത്തിലും നടക്കുന്ന വിശുദ്ധ കുർബാന അർപ്പണം, യേശുവിന്റെ ജനനം, രഹസ്യ ജീവിതം, പരസ്യ ജീവിതം, പീഡാസകനം, കുരിശുമരണം, പുനരുത്ഥാനം, വീണ്ടും വരവ് വരെ ഓരോ വിശുദ്ധ ബലിയിലും നമ്മൾ ആഘോഷിക്കുക. ഓരോ ബലിയർപ്പണത്തിലും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള എന്റെ അനുഭവത്തിന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ധ്യാന കേന്ദ്രങ്ങളിൽ, കൺവെൻഷൻ സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, രോഗസൗഖ്യങ്ങൾ നടക്കുന്നു, തളർന്നു കിടക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നടക്കുന്നു. എന്താ അതിന്റെ കാരണം? അതിന്റെ പിന്നിൽ ഒരു വലിയ കാരണമുണ്ട്. അവിടെ ബലിയർപ്പണം നടക്കുന്നു. വിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്നു, ദിവ്യകാരുണ്യ ആരാധന നടക്കുന്നു. അതുകൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നടക്കുന്നത്. വചനമായ ദൈവം ദിവ്യകാരുണ്യമായിട്ട് മാറുക. മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ പിറന്നവൻ, വചനമായി വന്നവൻ, അപ്പമായിട്ട് മാറുക. വചനമായ യേശു ഈ ബലിപീഠത്തിൽ ആശീർവദിക്കുന്ന ഓരോ തിരുവസ്തിയിലും പൂർണ്ണമായിട്ട് സന്നിഹിതനാവുകയാണ്. കരമടിച്ച് നമുക്ക് ദിവ്യകാരുണ്യ യേശുവെ സ്തുതിക്കാം. കരമടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ശക്തമായി. യേശുവിന്റെ 2 ശിഷ്യന്മാർ ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് യാത്രയായി. അവരുടെ മുഖങ്ങൾ മ്ലാനമായിരുന്നു, അവർ ദുഃഖിതരായിരുന്നു. കാരണം യേശുവിന്റെ മരണം അവരെ സങ്കടപ്പെടുത്തിയിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു. ഏതാനും സ്ത്രീകൾ അവരോട് പറയുകയും ചെയ്ത് അവർ കണ്ടുവന്നു. പക്ഷെ ഇവിടെ ഉള്ളിൽ ആഴമായ വിശ്വാസമില്ലായിരുന്നു. ലൂക്കാ 24-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം പറയുന്നു, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ യേശു കടന്നു വന്നു. യേശു അവരുടെ കൂടെ നടക്കുകയും. ശിഷ്യന്മാർക്ക് മനസ്സിലായോ? ഇല്ല. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ദുഃഖിതരായിരുന്ന, നിരാശയിലായിരുന്ന അവരുടെ ആത്മീയ നേത്രങ്ങൾ അന്ധമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവർക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല. യേശു അവരോടൊപ്പം നടന്നു. യേശു ചോദിക്കും, നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അവർ പറഞ്ഞു, യേശു എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്നു, അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. യേശു അവരോട് ചോദിക്കുന്നു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, മോശ മുതൽ സകല പ്രവാചകന്മാരും
യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എമ്മാവൂസ് ഗ്രാമത്തോട് അടുത്തു. യേശു അവരോടൊപ്പം നടക്കുകയാണ്. 60 സ്ഥാദിയോൺ ദൂരം, 11 കിലോമീറ്റർ ദൂരം യേശു നടന്നുവെന്നാണ് അച്ഛൻ പറഞ്ഞത്. യേശു അവരോട് സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അവർക്ക് യേശുവിനെ മനസ്സിലായോ? ഇല്ല. വചനത്തിൽ പ്രകാരം പറയുന്നു, യേശു മുൻപോട്ട് നടക്കുന്നതായിട്ട് ഭാവിച്ചു. അപ്പോൾ മുൻപോട്ട് നടക്കാൻ യേശുവിന് ഉദ്ദേശമുണ്ടോ? ഇല്ല. മുൻപോട്ട് നടക്കുന്നതായിട്ട് ഭാവിച്ചു. അവർ എമ്മാവൂസ് ഗ്രാമത്തോട് അടുക്കുകയാണ്. ആ ശിഷ്യന്മാര് യേശുവാണെന്ന് തിരിച്ചറിയാതെ യേശുവോട് പറയുകയാണ്, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, പകൽ എരിഞ്ഞടങ്ങുകയാണ്, ഇന്ന് ഞങ്ങളോട് കൂടെ താമസിക്കുക, സ്റ്റേ വിത്ത് us, ഞങ്ങളുടെ കൂടെ വസിക്കുക. യേശു അവരോട് കൂടെ താമസിക്കുവാൻ കയറി. അവൻ അപ്പമെടുത്ത് ആശീർവദിച്ചു മുറിച്ച് അവർക്ക് കൊടുത്തു. വചനം പറയുന്നു, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവരുടെ കണ്ണുകൾ, അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശുവിനെ അവർ കണ്ടില്ല. അവൻ അപ്രത്യക്ഷനായി. യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. കണ്ണ് തുറക്കപ്പെട്ടു. 16-ാമത്തെ വചനം എന്താ പറയുന്നത്? കണ്ണ് മൂടപ്പെട്ടിരുന്നു. ഇപ്പോൾ അപ്പം സ്വീകരിച്ചപ്പോൾ കണ്ണ് തുറന്നു. വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ അത്ഭുതമാണ് ലൂക്കാ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു അപ്പമെടുത്ത് ആശീർവദിച്ചവർക്ക് കൊടുത്തു. അവൻ ദിവ്യകാരുണ്യമായിട്ട് മാറി. ഹല്ലേലൂയ. അവൻ അപ്പമായിട്ട് മാറി. അപ്പത്തിന്റെ ഉള്ളിലേക്ക് അവൻ അപ്രത്യക്ഷനായി. ദിവ്യകാരുണ്യമായി അവിടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അവൻ മറഞ്ഞു. ആ ശിഷ്യന്മാരുടെ ആത്മാവിന്റെ, മനസ്സിന്റെ, ശരീരത്തിന്റെ, ജീവന്റെ ഭാഗമായിട്ട് യേശു മാറുകയാണ്. ഹല്ലേലൂയ. അവർ ചാടി എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്, അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? അവൻ അപ്പമായിട്ട് മാറി. അവിടെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് അവൻ അപ്പമായിട്ട് പറയുക. ഓരോ ബലിപീഠത്തിലും ഇത് തന്നെയാണ് നടക്കുന്നത്. വൈദികൻ ആശീർവദിക്കുന്ന ഓരോ ഓസ്തിയും തിരുവോസ്തിയായിട്ട് മാറുക. ഓരോ തിരുവോസ്തിയിലും പുനരുത്ഥാനം ചെയ്ത യേശുവിന്റെ പൂർണ്ണ സാന്നിധ്യമുണ്ട്. നിന്റെ നാവിൻ തുമ്പിലേക്ക് പുനരുത്ഥാനം ചെയ്തവൻ അപ്പത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് നിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. നിന്റെ ആത്മാവിന്റെയും മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ജീവന്റെയും ഭാഗമായിട്ട് തീരുവാൻ യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ കൂദാശയാണ്. യേശുവിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് വിശുദ്ധ കുർബാന. ദിവ്യകാരുണ്യമായിട്ട് അവൻ മാറുക. എന്റെ ആത്മാവിൽ എന്നോട് വസിക്കുവാൻ. കരമടിച്ച് കർത്താവിൽ നിന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന്റെ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് കരമുയർത്തി സ്തുതിച്ച് ഓരോ വിശുദ്ധ കുർബാനയും യേശുവിന്റെ ബലി തന്നെയാണ്. അവൻ അപ്പം കൈകളിലെടുത്ത് ആശീർവദിച്ചു മുറിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക, ഇതെന്റെ ശരീരമാണ്. ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക. അനന്തരം വീഞ്ഞ് ഒഴിച്ച കാസ അവൻ കൈകളിൽ എടുത്തുകൊണ്ട് പറയുന്നു, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തത്തിന്റെ ഉടമ്പടി, അനേകരുടെ പാപമോചനത്തിനു വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തം. എബ്രായർ 9:22 പറയുന്നു, രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തം ചിന്താതെ പാപമോചനമില്ല. 1 യോഹന്നാൻ 1:7 പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്, പാപക്കറകൾ കഴുകിക്കളയുന്നത്. എഫേസോസ് 1:7 പറയുന്നു, പാപമോചനവും രക്ഷയും യേശുവിന്റെ രക്തം വഴി നമുക്ക് കൈവരികയാണ്. പാപമോചനവും രക്ഷയും
യേശുവിന്റെ രക്തം വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ബലിയിലും ആശീർവദിക്കപ്പെടുന്ന അപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീര രക്തങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുകയാണ്. കത്തോലിക്ക സഭ അംഗീകരിച്ച അനേകം വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതം ഞാൻ പങ്കുവെക്കുകയാണ്. ഇറ്റലിയിലെ ലാൻസിയാനോ എന്ന സ്ഥലത്ത്, ലാൻസിയാനോ ദേവാലയത്തില് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യകാരുണ്യവും രൂപാന്തരീകരണം സംഭവിച്ച യേശുവിന്റെ ശരീര രക്തമാണ്. 1300 വർഷം മുൻപ് ഒരു ബ്രസീലിയൻ സന്യാസ വൈദികൻ ബലിയർപ്പിക്കുന്ന നിമിഷം ആ വൈദികന്റെ ഉള്ളിൽ ഒരു സംശയം, ഈ അപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീര രക്തമായിട്ട് മാറുമോ? പ്രധാനപ്പെട്ട കൂദാശാവചനങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ആ അപ്പത്തെ മാംസമാക്കി രൂപാന്തരപ്പെടുത്തി. ആ വീഞ്ഞ് രക്തമായിട്ട് മാറുകയാണ്. 1300 വർഷങ്ങൾ പിന്നിട്ടു ആ അത്ഭുതം സംഭവിച്ച ആ അപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീര രക്തങ്ങളായിട്ട് മാറി ലാൻസിയാനോ ദേവാലയത്തിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. 1970-ലും 81-ലും ഈ മാംസ രക്തങ്ങളെ പരിശോധിക്കുവാൻ കത്തോലിക്ക സഭ അനുവാദം കൊടുത്തു. വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം ശാസ്ത്രജ്ഞന്മാര് സഭയ്ക്ക് നൽകിയ അതിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: ഈ മാംസ കഷണം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ മാംസമാണ്. ഹൃദയ പേശികളോടുകൂടിയ ഒരു കഷ്ണം മാംസം. ആ മാംസം ഇവരെ പരിശോധിച്ചപ്പോൾ ആ മാംസം ഇന്നും പച്ചയായിട്ടിരിക്കുന്ന 1300 വർഷം കഴിഞ്ഞിട്ടും പച്ച മാംസമാണ്. ജീവനുള്ള അതേ ഒരു മനുഷ്യന്റെ മാംസം പോലെ തന്നെ. വീഞ്ഞ് രക്തമായി. ആ രക്തം 5 രക്തഗോളങ്ങളായിട്ട് കട്ടുപിടിച്ചിരിക്കുകയാണ്. ആകെ തൂക്കം 15.4 മില്ലിഗ്രാം. ഓരോ രക്തഗോളവും വേറെ വേറെ എടുത്ത് ഇവര് തൂക്കി പരിശോധിക്കുമ്പോൾ ഓരോ രക്തഗോളവും 15.4 മില്ലിഗ്രാം. ഒന്നിച്ചു വെച്ച് നോക്കിയാലും 15.4 മില്ലിഗ്രാം. ആധുനിക സയൻസിനെ, വൈദ്യശാസ്ത്രത്തെ തോൽപ്പിച്ച ഏറ്റവും വലിയൊരു മിറക്കിളാണ് ഈ രക്തത്തിന്റെ അളവിന്റെ തൂക്കം എന്ന് പറയുന്നത്. കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ അത്ഭുതമാണിത്. ഹല്ലേലൂയ. അനേക അത്ഭുതങ്ങൾ വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. തിരുവോസ്തി ഒടിച്ചപ്പോൾ തിരുവോസ്തിയിലൂടെ രക്തമൊഴുകിയ അനുഭവം. വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തി മുറിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? യേശുവിന്റെ കുരിശിലെ മരണമാണ് സൂചിപ്പിക്കുന്നത്. ആ അപ്പം കൂട്ടിപ്പിടിച്ചുയർത്തുമ്പോൾ അവന്റെ പുനരുദ്ധാനത്തെ സൂചിപ്പിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയും പാപപരിഹാരത്തിലുള്ള ബലിയ. ഓരോ വിശുദ്ധ കുർബാനയും അനുഗ്രഹ വർഷമാണ് നമ്മളിലേക്ക് ചൊരിയുന്നത്. ഈ ബലിപീഠത്തിൽ എടുത്തു വെക്കുന്ന അപ്പത്തോട് വീഞ്ഞിനോട് ചേർത്തുകൊണ്ട് നിന്റെ കണ്ണുനീര് നീ ഒന്ന് സമർപ്പിച്ചേ. നീ സമർപ്പിക്കുന്ന കണ്ണുനീര് അവൻ അനുഗ്രഹമായിട്ട് നിനക്ക് തുനിച്ചു തരും. നിന്റെ രോഗങ്ങൾ സമർപ്പിക്കുക. രോഗങ്ങൾ അവൻ സൗഖ്യമാക്കും. അവന്റെ അടിപ്പിണരിനാൽ നിനക്ക് സൗഖ്യമുണ്ട്. ആ തിരുവോസ്തി മുറിക്കപ്പെടുമ്പോൾ സൗഖ്യത്തിന്റെ അഭിഷേകം ദൈവജനത്തിന്റെ മേല് ഒഴുകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തകർച്ചകൾ അപ്പത്തോട് വീഞ്ഞോട് ചേർത്ത് പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കേ. നിന്റെ തകർച്ചകൾ അവൻ വിജയമായിട്ട് തിരിച്ചു തരാൻ പോവുക. നിന്റെ കണ്ണുനീരും വേദനകളെ സമർപ്പിക്കുക. അവയെല്ലാം ആ വിശുദ്ധ ബലിയിൽ അവൻ ആനന്ദമായിട്ട് നിനക്ക് തിരിച്ചു നൽകും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കുർബാനയുടെ മഹത്വം നിങ്ങൾ തിരിച്ചറിയണം. വിശുദ്ധ കുർബാനയുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ കരുത്ത് ദിവ്യകാരുണ്യമ. ഏറ്റവും വലിയ ആരാധന ദിവ്യകാരുണ്യ ആരാധന. ഏറ്റവും വലിയ ബലി വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന കഴിഞ്ഞുള്ള ആരാധനകളെ ഉള്ളൂ. പഴയ നിയമത്തിലെ എല്ലാ പാപപരിഹാര ബലികളും
യേശു ക്രിസ്തുവിൽ പൂർത്തിയാവുക. സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോക പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവൻ ക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. ഹല്ലേലൂയ. ലേവ്യരുടെ പുസ്തകത്തില് 4-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും പാപപരിഹാര ബലികളെ കുറിച്ച് പറയുന്നു. പാപപരിഹാര ബലിക്ക് വേണ്ടി ഒരു കാളക്കിടാവിനെ അല്ലെങ്കിൽ ഒരു മുട്ടാടിനെ, ഊനമറ്റ കുഞ്ഞാടിനെ ദേവാലയത്തിൽ കൊണ്ടുവരുന്നു. പ്രധാന പുരോഹിതൻ ജനത്തിന്റെ പാപങ്ങൾ മുഴുവൻ ഈ മൃഗത്തിന്റെ മേൽ ചുമത്തുന്നു. ഈ കോലാടിന്റെ മേൽ അല്ലെ കാളക്കിടാവിന്റെ തലയിൽ കൈവച്ച് പുരോഹിതൻ പ്രാർത്ഥിക്കും. ജനത്തിന്റെ പാപമെല്ലാം ചുമത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ബലിമൃഗത്തെ കൊല്ലും. അതിന്റെ രക്തമെടുത്ത് ജനത്തിന്റെ മേൽ തളിക്കും, ദേവാലയ ബലിവസ്തുക്കളുടെ മേൽ തളിക്കും. അവർ വിശ്വസിച്ചു അവരുടെ പാപങ്ങളെല്ലാം മായ്ക്കപ്പെട്ട് കഴിഞ്ഞു, ക്ഷമിച്ചു കഴിഞ്ഞു. അങ്ങനെ അവർ പാപപരിഹാര ബലികൾ അർപ്പിച്ചു. ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായം 24 മുതൽ 30 വരെ വചനങ്ങൾ. അവിടെ പറയുന്നു, ബലിമൃഗത്തിന്റെ മാംസം അതിവിശുദ്ധമാണ്. ബലിമൃഗത്തിന്റെ മാംസം അതിവിശുദ്ധമാണ്. പുരോഹിതൻ ഈ മാംസം ഭക്ഷിക്കണം. ഈ മാംസം അതിവിശുദ്ധമാണ്. ആ മാംസത്തിൽ തൊടുന്ന എല്ലാവരും വിശുദ്ധരാകും. തുടർന്ന് പറയുന്നു, പുരോഹിത വംശത്തിൽപ്പെട്ട പുരുഷന്മാരെല്ലാവരും ഈ മാംസം ഭക്ഷിക്കണം. 3 കാര്യമാണ് പറയുന്നത്. ബലിമൃഗത്തിന്റെ മാംസം അതിവിശുദ്ധമാണ്. അത് പുരോഹിതൻ ആദ്യം ഭക്ഷിക്കണം. പുരോഹിത വംശത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അത് കൊടുക്കണം. ഈ മാംസത്തിൽ തൊടുന്നവർ വിശുദ്ധരായിത്തീരും. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ ഈ ബലി പൂർത്തിയാവുക. ബലി അർപ്പിക്കുന്ന വൈദികൻ ആദ്യം ഭക്ഷിക്കുന്നു. ആശീർവദിച്ച ക്രിസ്തുവിന്റെ ശരീരം ആദ്യം പുരോഹിതൻ ഭക്ഷിക്കുന്നു. നിങ്ങൾ രാജകീയ പുരോഹിത ഗണമോ, വിശുദ്ധ ജനതയ, ദൈവത്തിന്റെ സ്വന്തമാണ് നിങ്ങൾ. രാജകീയ പുരോഹിത ഗണത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ മാംസം പുരോഹിതൻ നൽകുകയാണ്. യേശുവിന്റെ ശരീരം എല്ലാവർക്കും നൽകുകയാണ്. രാജകീയ പുരോഹിത ഗണത്തിൽപ്പെട്ട എല്ലാവർക്കും ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ പങ്കുവെച്ച് നൽകുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പറയുന്ന ബലി ക്രിസ്തുവിൽ പൂർത്തിയായി. അവന്റെ ശരീരത്തിൽ തൊടുന്നവരെല്ലാവരും വിശുദ്ധരായിട്ട് മാറും. അവന്റെ തിരുശരീരം തിരുരക്തം പാനം ചെയ്ത എല്ലാവരും വിശുദ്ധരാകും. യേശു പറയുന്നു, എന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരാകണം. നമ്മെ ഓരോരുത്തരെയും പരിപൂർണതയിലേക്ക് വളർത്തുന്നത്, നയിക്കുന്നത് ദിവ്യകാരുണ്യമാണ്. യേശു പറയുന്നു, ഞാനും എൻ്റെ പിതാവുമെന്നാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ യേശു എൻ്റെ ഉള്ളിൽ വരികയാണ്. അപ്പത്തിൽ മറഞ്ഞിരുന്നുകൊണ്ട് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന യേശു എന്നെ പിതാവിന്റെ പരിപൂർണതയിലേക്ക് നയിക്കുകയാണ്. ഹല്ലേലൂയ. നീ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുകയാ. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന വ്യക്തികൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുകയാ. നിന്റെ ശരീരം ക്രിസ്തുവിന്റെ ശരീരമായിട്ട് മാറുന്നു. നിന്റെ ശിരവിലൂടെ ഒഴുകുന്നത് രാജകീയ രക്തമാണ്. യേശുവിന്റെ രക്തമാണ് നിന്റെ ശിരകളിലൂടെ ഒഴുകുന്നത്. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? ഈ രാജകീയ പുരോഹിത ഗണത്തിൽപ്പെട്ടവനോ, നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത് രാജാവിന്റെ രക്തമാണ്. ക്രിസ്തുവിന്റെ രക്തം, കുഞ്ഞാടിന്റെ രക്തം, പാപപരിഹാര ബലിക്ക് വേണ്ടി ചൊരിയപ്പെട്ട ക്രിസ്തുവിന്റെ രക്തമാണ് നമ്മളിലേക്ക്, നമ്മുടെ ശിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലേവ്യരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ നാം വീണ്ടും വായിക്കുന്നു, ദേവാലയത്തിലേക്ക്
ഒരു കോലാടിനെ കൊണ്ടുവരുന്നു. പ്രധാന പുരോഹിതൻ ദൈവജനത്തിന്റെ അകൃത്യങ്ങളും പാപങ്ങളും ഈ കോലാടിന്റെ മേൽ ചുമത്തും. ഈ കോലാടിന്റെ ശിരസില് കരങ്ങൾ വെച്ച് പ്രധാന പുരോഹിതൻ പ്രാർത്ഥിക്കും. ജനത്തിന്റെ അകൃത്യങ്ങൾ പാപമെല്ലാം ഈ കോലാടിനെ മേൽ ചുമത്തി പ്രാർത്ഥിക്കും. എന്നിട്ട് ഈ കോലാടിനെ ഒരുങ്ങി നിൽക്കുന്ന ഒരാളിന്റെ കൈവശം കൊടുത്ത് മരുഭൂമിയിൽ കൊണ്ടുവിടും. ഡെസേർട്ടില്, ആ മരുഭൂമിയിൽ വെള്ളമില്ല, പുല്ലില്ല. ഈ ജനത്തിന്റെ പാപം മുഴുവൻ ചുമന്നുകൊണ്ട് ഈ കോലാട് ആ മരുഭൂമിയുടെ ദാഹജലം ലഭിക്കാതെ, വിശപ്പിന് ആഹാരം ലഭിക്കാതെ ആ മരുഭൂമിയിൽ അലഞ്ഞു നടന്ന് ഈ ആട് അവിടെ ചത്തുവീഴുകയാണ്. ഹല്ലേലൂയ. മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവൻ യേശു ക്രിസ്തുവിന് മേൽ ചുമത്തപ്പെട്ടു. ഈ പാപങ്ങൾ വഹിച്ചുകൊണ്ട് അവൻ കാൽവരിയിലേക്ക് യാത്രയായി അവിടെ കുരിശിൽ തറയ്ക്കപ്പെട്ടു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുക. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ട് യേശു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ആ ക്രൂശിൽ കിടന്ന് യേശു പിടഞ്ഞു മരിക്കുക. അവസാനം തന്നെ വാർവിടവും കുത്തിപ്പിളർക്കപ്പെട്ടു. അവിടെ നിന്ന് അവസാനത്തുള്ള രക്തം വരെ ഒഴുകി. ഹല്ലേലൂയ. മരുഭൂമിയിൽ എല്ലാവരാലും തള്ളപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് അന്ന് ആ യഹൂദ ജനത്തിന്റെ പാപം വഹിച്ച് ആ മരുഭൂമിയിൽ ചത്തുവീണ ആ ആടിന്റെ അതേ അനുഭവത്തിലേക്ക് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു മാറ്റപ്പെടുകയാണ്. പഴയ നിയമത്തിലെ എല്ലാ ബലികളും ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അവന്റെ രക്തം സകല പാപങ്ങൾക്കും പരിഹാരമായി തീരുകയാണ്. ഹല്ലേലൂയ. യേശു എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നു. പാപത്തിന്റെ അടിമത്തത്തിലായിരുന്ന പരദീസ നഷ്ടപ്പെടുത്തിയ ദൈവജനത്തെ മോചനത്തിലേക്ക് നയിക്കുവാൻ അവൻ ക്രൂശിൽ ബലിയായി തീർന്നു. ആ ബലിയാണ് ഓരോ ദേവാലയത്തിലും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് സ്തുതിച്ചേ. ഓരോ വിശുദ്ധ കുർബാനയും അത്ഭുതങ്ങൾ നടക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം ഒഴുകുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രവാഹം. ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവവചനത്തിന്റെ അഭിഷേകം പകരപ്പെടുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവിന്റെ കാരുണ്യം ഒഴുകുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും അത്ഭുത രോഗശാന്തികൾ നടക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും ബലിവസ്തുക്കളെ പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളായിട്ട് മാറ്റുന്നത്. ഈ ആത്മാവ് എന്നെയും നിങ്ങളെയും വിശുദ്ധ കുർബാനയിൽ രൂപാന്തരപ്പെടുത്തുക. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മുടെ മേൽ പകരപ്പെടുകയാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ഹൃദയം ജ്വലിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ കുദാശയാണ്, സ്നേഹത്തിന്റെ ബലിയാണ് വിശുദ്ധ കുർബാന. ബലി എന്നാൽ അർത്ഥം എന്താ? സ്വയം ഒരു വ്യക്തി ഇല്ലാതാകുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി. അതാണ് ബലി. വിശുദ്ധ കുർബാന നമ്മിൽ എപ്പോഴാണ് പൂർത്തിയാകുന്നത്? വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ സ്വയം ബലിയായി തീരുമ്പോഴാണ് വിശുദ്ധ കുർബാന നമ്മൾ പൂർത്തിയാകുന്നത്. ഹല്ലേലൂയ. ഒരു പ്രഭാതത്തിൽ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് വീട്ടിൽ എത്തി. ഞാൻ വീട്ടിൽ വരുമ്പോൾ വീടിന്റെ സിറ്റൗട്ടിൽ ഒരു 65 വയസ്സോളം പ്രായമുള്ള ഒരു അമ്മ ഇരിപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അമ്മയെ കാണുന്നത്. ഞാൻ ചോദിച്ചു, അമ്മ എവിടുന്നാ വരുന്നത്? സ്ഥലം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ രാവിലെ വന്നത്? 3 കിലോമീറ്റർ അകലെ നിന്ന് രാവിലെ നടന്നു വന്നിരിക്കും. എന്നെ കാണാൻ വേണ്ടി വന്നാണ്. ഞങ്ങൾ തമ്മിൽ നേരിട്ട് പരിചയമില്ല. ആ അമ്മച്ചിയും എന്നെ ആദ്യം കാണുക. നമ്മൾ ഇരിക്കാൻ പറഞ്ഞു. ഒരു ചായയൊക്കെ കൊടുത്തു. അമ്മച്ചി ചായ കുടിച്ചു. ഞാൻ ചായ കുടിച്ച് അമ്മയുടെ വർത്താനം പറയുക. അമ്മച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് ഭർത്താവുണ്ട്,
3 മക്കൾ. മോളെ കെട്ടിച്ചു വിട്ടു. 2 ആൺമക്കളുണ്ട്. മൂത്ത മോൻ അവൻ കല്യാണം കഴിച്ചു. 2 പിള്ളേരുണ്ട്. എൻ്റെ ഇളയ മോന് ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞു. അവനൊരു മന്ദബുദ്ധിയാണ്. വലിയ തല, വലിയ ശരീരം, ബുദ്ധിയോ കഴിവോ ഒന്നുമില്ല. സ്വന്തമായിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. വലിയ വണ്ണവും പൊക്കവും തടിയുമൊക്കെയാണ്. ഈ അമ്മ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. എൻ്റെ ഭർത്താവിന് ഈ കുഞ്ഞിനെ കണ്ടുകൂടാ. മദ്യപിച്ച് ലഹരിയിലാവുമ്പോൾ ഈ കുഞ്ഞിനെ ചീത്ത വിളിക്കുവാൻ ആവശ്യം പറഞ്ഞു. എൻ്റെ മൂത്ത മോൻ അവനും ഈ കുഞ്ഞിനെ കണ്ടുകൂടാ. ഈ അമ്മ ഒത്തിരി സങ്കടത്തോടെ എന്നോട് പറയുക, പ്രഭാതത്തിൽ ഉണർന്നാൽ ഇവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ടോ ഇവന്റെ പല്ലുകൾ ബ്രഷ് ചെയ്യണം, പല്ല് തേപ്പിക്കണം, ബാത്റൂമിൽ കൊണ്ടുപോയി ഇവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അമ്മ പറയുന്നു, അവന്റെ ശരീരമൊക്കെ ഒത്തിരി വലുപ്പമാണ്, കഴിവില്ല, മന്ദബുദ്ധിയാണ്. അവൾ എല്ലാ കാര്യം ചെയ്തു കൊടുക്കണം. ബാത്റൂമിൽ ഒക്കെ വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ എഴുന്നേൽപ്പിക്കാൻ ആരോഗ്യം എനിക്കില്ല. ഞാൻ ഒത്തിരിയേറെ സങ്കടപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണ്. ഈ അമ്മ എന്നോട് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഈ അമ്മ സങ്കടപ്പെട്ട് കരയുവാൻ തുടങ്ങി. ഈ അമ്മ എന്നോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, മോനെ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ഈ കുഞ്ഞിൻ്റെ കാര്യം ആര് നോക്കും? ഞാൻ മരിച്ചു പോയി കഴിയുമ്പോൾ എൻ്റെ ഈ കുഞ്ഞിൻ്റെ കാര്യം ആര് നോക്കും? ഈ അമ്മ ഇരുന്ന് കരയുകയാണ്. എൻ്റെ ഹൃദയത്തിലും സങ്കടം തോന്നി. ഇതാണ് ബലി, ഇതാണ് വിശുദ്ധ കുർബാന. ഹല്ലേലൂയ. ഇതാണ് വിശുദ്ധ കുർബാന, ഇതാണ് ബലി. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഞാൻ നിങ്ങളും സ്വയം മുറിക്കപ്പെടുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വയം ഇല്ലാതായി തീരുമ്പോൾ അവിടെ വിശുദ്ധ കുർബാന പൂർത്തിയാവുകയോ. മുറിക്കപ്പെടുമ്പോൾ നൊമ്പരമുണ്ട്, മുറിക്കപ്പെടുമ്പോൾ വേദനയുണ്ട്. മുറിക്കപ്പെടുന്ന ജീവിതാനുഭവം തിരുവോസ്തി നമുക്കായിട്ട് മുറിക്കപ്പെടുകയാ. ഓരോ വിശുദ്ധ ബലിയിലും അവൻ കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സ്വയം ഇല്ലാതാകുമ്പോൾ, ശൂന്യവൽക്കരിക്കപ്പെടുമ്പോൾ, മുറിക്കപ്പെടുമ്പോൾ വിശുദ്ധ കുർബാന നമ്മൾ പൂർത്തിയാവുകയോ. അവിടെയാണ് വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണം നമ്മിൽ സംഭവിക്കുന്നത്. വിശുദ്ധ കുർബാന അർപ്പണം വെറും ഒരു ബലിയല്ല. ഹല്ലേലൂയ. അത് സ്നേഹത്തിന്റെ ബലിയ, മുറിക്കപ്പെടലിന്റെ, തകർക്കപ്പെടലിന്റെ, സ്വയം ഇല്ലാതാകുന്നതിന്റെ പൂർണ്ണതയാണ് വിശുദ്ധ കുർബാന. ഈ ഒരു ദൈവാനുഭവമാണ് വിശുദ്ധ കുർബാനയിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 57-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: ജീവിക്കുന്നവനായ പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. യോഹന്നാൻ 6:27. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക. നശ്വരമായ അപ്പത്തിനു വേണ്ടി അല്ല അധ്വാനിക്കേണ്ടത്, അനശ്വരമായ അപ്പം. മരുഭൂമിയിലൂടെ കടന്നുപോയ ദൈവജനത്തിന് പിതാവ് മന്ന പൊഴിച്ചു കൊടുത്തു. അത് ഭക്ഷിച്ചവർ മരിച്ചു. യേശു അരുളി ചെയ്തു, എന്റെ ശരീരം ഭക്ഷിക്കുന്നവന്, രക്തം പാനം ചെയ്യുന്നവന് ഒരിക്കലും മരണമില്ല. ഹല്ലേലൂയ. വിശുദ്ധ ബലിയർപ്പിച്ച് യേശുവിനെ സ്വീകരിക്കണം. പലപ്പോഴും വിശുദ്ധ കുർബാനയുടെ അവസരത്തിൽ ഞാൻ കാണാറുണ്ട്, ആളുകള് കൈകെട്ടി ഒരു നിപ്പാണ് കുർബാനയ്ക്ക് വന്നിട്ട്. വാ തുറന്നൊന്നും ചെല്ലില്ല. നിങ്ങൾക്ക് കാണാൻ അറിയില്ലെങ്കിൽ ഒരു പുസ്തകം ഉപയോഗിച്ച് അതൊന്ന് വൈദികത്തിന് ബാക്കി ഒന്ന് ഉച്ചത്തിൽ ചെല്ലുവാൻ, പാട്ട് പാടുമ്പോഴൊന്ന് പാടുവാൻ, സജീവമായിട്ട് കുർബാനയിൽ പങ്കെടുക്കാൻ നിങ്ങൾ തയ്യാറാകും. പലരും ദേവാലയത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു കോണില് പുറകില് മോണ്ടണത്തിലൊക്കെ നിൽക്കുക. ഇത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. ഓരോ വിശുദ്ധ കുർബാനയിലും വളരെ സജീവമായിട്ട് നിങ്ങൾ പങ്കെടുക്കണം. കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കുവാൻ, നിന്റെ കണ്ണുനീരും വേദനകളും ആവശ്യങ്ങളും ഒക്കെ അപ്പത്തോട് വീഞ്ഞിനോട് ചേർത്ത് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ
നീ മനസ്സ് കാണിക്കണം. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ ഉറവിടമാണ് വിശുദ്ധ കുർബാന. പാപമോചനത്തിന്റെ പൂർണ്ണതയാണ് വിശുദ്ധ കുർബാന. എല്ലാ അനുഗ്രഹങ്ങളുടെയും കേന്ദ്രബിന്ദു വിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ. എല്ലാ അനുഗ്രഹങ്ങളും ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ വിശ്വാസികളുടെ മേൽ ചൊരിയപ്പെടുകയാണ്. വിശുദ്ധ കുർബാനയുടെ ആഴങ്ങൾ നിങ്ങൾ അനുഭവിക്കണം. ദിവ്യകാരുണ്യം എന്ന് പറയുമ്പോൾ ഹൃദയം ഒന്ന് ചൊലിക്കണം. ഏലിയ പ്രവാചകനോട് ജെസബേൽ പറയുന്നു, നിന്നെ ഞാൻ വധിക്കും. അത് കേട്ട ഏലിയ പ്രവാചകൻ ഓടി രക്ഷപ്പെടുകയാണ്. മരുഭൂമിയിലൂടെ നടന്ന് അലഞ്ഞു മടുത്ത ഏലിയ പ്രവാചകൻ ശാന്തമായിട്ട് കിടക്കുകയാണ്. ക്ഷീണിച്ച അവശനായ പ്രവാചകൻ ഒരു കള്ളിമുള്ളിച്ചെടിയുടെ കീഴില് ശാന്തമായിട്ട് കിടക്കുക. ദൈവത്തിന്റെ ദൂതൻ അവിടേക്ക് വന്നു. പ്രവാചകന്റെ തോളിന് തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ചുടുകല്ലിൽ ചുട്ടെടുത്ത ഈ അപ്പവും ഈ വെള്ളവും നീ ഭക്ഷിക്കുക. ചുടുകല്ലിൽ ചുട്ടെടുത്ത ഈ അപ്പവും ഈ വെള്ളവും നീ ഭക്ഷിക്കുക. നിനക്ക് ഏറെ ദൂരം നടക്കുവാനുണ്ട്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. നിനക്ക് ഏറെ ദൂരം നടക്കുവാനുണ്ട്. ചുടുകല്ലിൽ ചുട്ടെടുത്ത ഈ അപ്പം നീ ഭക്ഷിക്കുക, ഈ വെള്ളം നീ കുടിക്കുക. പ്രവാചകൻ ഈ അപ്പം ഭക്ഷിച്ചു, വെള്ളം കുടിച്ചു. പ്രവാചകൻ നടക്കുകയാണ്. മരുഭൂമിയിലൂടെ 40 രാവും 40 പകലും പ്രവാചകൻ നടന്നു. ഹോരേബ് മലയിലെത്തി. ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിയിരുന്ന പ്രവാചകൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കൊടുങ്കാറ്റടിച്ചു. മരങ്ങൾ കടപുഴകി വീണു. ഒരു വലിയ ഹൂങ്കാരത്തോടെ കൊടുങ്കാറ്റ് കടന്നുപോയി. ദൈവത്തിന്റെ സ്വരം അവിടെ കേട്ടില്ല. ഒരു ഭൂകമ്പമുണ്ടായി. ഭൂമി പിളർന്നു. ദൈവത്തിന്റെ സ്വരം കേട്ടില്ല. എല്ലാം ശാന്തമായി. ഒരു മന്ദമാരുതൻ ഇങ്ങനെ വീശുകയാണ്. അവിടെ ദൈവത്തിന്റെ സ്വരം പ്രവാചകൻ കേൾക്കുന്നു. ഏലിയ, ഏലിയ, നീ ഇവിടെ എന്തെടുക്കുന്നു? പ്രവാചകൻ പറയുന്നു, അങ്ങയെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് എന്റെ ഹൃദയം ജ്വലിക്കുകയാ. 40 രാവും 40 പകലും മരുഭൂമിയിലൂടെ നടന്ന് ഹോറേബിലെ ഗുഹയിൽ നിന്ന് പ്രവാചകൻ പറയാ, എന്റെ ഹൃദയം ജ്വലിക്കുക. 40 ദിവസങ്ങൾക്കപ്പുറം പ്രവാചകൻ ദൈവദൂതൻ കൊടുത്ത ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പം ഭക്ഷിച്ചു, വെള്ളം കുടിച്ചിരുന്നു. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും ഇനിയും ഏറെ ദൂരം നടക്കുവാനുണ്ട്. എനിക്കും നിങ്ങൾക്കും ഇനിയും ഏറെ ദൂരം നടക്കുവാനുണ്ട്. അതിന് ശക്തി നൽകുന്നത് ജീവന്റെ അപ്പമായ വിശുദ്ധ കുർബാനയാണ്. സഹനത്തിന്റെ തീച്ചൂളയിൽ കാൽവരി ക്രൂശിൽ വെന്ത ക്രിസ്തുവിന്റെ ശരീരം, മധ്യാഹ്ന സൂര്യന്റെ പകച്ചൂടിൽ വെന്ത ക്രിസ്തുവിന്റെ ശരീരം, ക്രൂശിൽ കിടന്ന് പീഡനമേറ്റ ക്രിസ്തുവിന്റെ ശരീരം, സഹനത്തിന്റെ തീച്ചൂളയിൽ ചുട്ടെടുക്കപ്പെട്ട ക്രിസ്തുവിന്റെ പരിശുദ്ധ ശരീരം, അവന്റെ രക്തം നമുക്കായിട്ട് ഓരോ ബലിയിലും തരികയാണ്. നിനക്ക് ഏറെ ദൂരം നടക്കുവാനുണ്ട്. എന്റെ ശരീരം നീ ഭക്ഷിക്കണം, എന്റെ രക്തം നീ പാനം ചെയ്യണം. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിന്റെ ഹൃദയം ജ്വലിക്കട്ടെ. ഹൃദയം തകരുന്ന ജീവിത നിമിഷങ്ങളില്, പ്രതികൂലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ ഓടി വരണം ദേവാലയത്തിലേക്ക്. ആ സക്രാരിയിൽ യേശു നിന്നെ കാത്തിരിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ നിന്നെ കാത്തിരിക്കുന്നു. ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന അനേകം സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് കടന്നു ചെന്ന് അവിടെ ഇരുന്നു കൊണ്ട് നിന്റെ കണ്ണുനീരും സങ്കടവും വേദനയും ഒക്കെ ഈശോയോട് പറയുക. ആശ്വാസമായി, സൗഖ്യമായി, ശക്തിയായി ദിവ്യകാരുണ്യനാഥൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ആധ്യാത്മിക ജീവിതം
നമുക്ക് പടുത്തുയർത്താം. യേശുവിനോടുള്ള സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയം കത്തിജ്വലിക്കട്ടെ. ഞാനാണ് ജീവന്റെ അപ്പം, എന്റെ ശരീരം ഭക്ഷിക്കുന്നവന് രക്തപാനം ചെയ്യുന്നവന് മരണമില്ല. വിശുദ്ധ കുർബാനയിൽ ആഴമായ ആ സ്നേഹത്തിന് തീഷ്ണതയില് നമുക്ക് പങ്കെടുക്കാം. ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം, സ്നേഹിക്കാം. ആ വലിയ ദിവ്യകാരുണ്യ ഭക്തിയിൽ നമുക്ക് വളരാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സൗഖ്യദായകനാരാധന, ജീവന്റെ ജീവനാരാധന. സൗഖ്യദായകനാരാധന, ജീവന്റെ ജീവനാരാധന. മോടെ കാലിന് ഇപ്പൊ വേദന ഉണ്ടോ? ഇല്ല. ആരാ സൗഖ്യം തന്നേ? മുളന്ന് എഴുന്നേറ്റ്, മിടിക്കാട്ട് എഴുന്നേറ്റ്. സൗഖ്യദായകനാരാധന, ജീവന്റെ ജീവനാരാധന. സൗഖ്യദായകനാരാധന. ശരീരം തളർന്നു പോയിട്ട് എത്ര നാളായി? 2 വർഷമാകുന്നു. എങ്ങനെ സംഭവിച്ച? വീണതാ. എങ്ങനെ വീണതാ? ഇപ്പോൾ എന്താ നടുവിനും കാലിനും നട്ടലിനൊക്കെ സംഭവിച്ചത്? ഇപ്പോൾ കാൽ ഉറക്കുന്നുണ്ടോ? കൈയടിച്ചു. ആരാ ഇത് ചെയ്തത്? കൈയടിച്ചു. സ്വാധീനമില്ല. ഇപ്പോഴോ? വെള്ളം അനങ്ങാൻ തുടങ്ങി. പൂർണ്ണ സൗഖ്യമാവും കേട്ടോ. സൗഖ്യദായകനാരാധന, ജീവന്റെ ജീവനാരാധന.
സൗഖ്യദായകനാരാധന, ജീവന്റെ ജീവനാരാധന. സൗഖ്യദായകനാരാധന, ജീവന്റെ ജീവനാരാധന. സൗഖ്യദായകനാരാധന, ജീവന്റെ ജീവനാരാധന. 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞു. എന്ത് സംഭവിച്ചായിരുന്നു? കാരണം ലിഗമെന്റ് പോയിരുന്നു. അത് ബലം ഉണ്ടായിരുന്നില്ല. നല്ല ബലം കിട്ടി. നല്ല ബലം കിട്ടി. പ്രൈസ് ദി ലോർഡ്. ആരാ സൗഖ്യം തന്നേ? യേശു. ഹല്ലേലൂയ. ശക്തമായി കരവെച്ചത് സ്തുതിച്ചു. സന്തോഷമായി. വളരെ സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. നടത്തി. സൗഖ്യദായകനാരാധന, ജീവന്റെ ജീവനാരാധന. സൗഖ്യദായകനാരാധന, ജീവന്റെ ജീവനാരാധന. ശരിക്ക് ഡയഫ്രം കഴിഞ്ഞു പോയത് അല്ലേ? എത്ര വർഷമാണ് കഴിവില്ലായിരുന്നു? ജന്മന കഴിവില്ലായിരുന്നു. ഇപ്പോഴും ഓപ്പറേഷൻ ചെയ്ത് 2 ചെവിക്കാണ് പഴുപ്പ് വെച്ച് ചേർത്ത് കളഞ്ഞു. ഓപ്പറേഷൻ 2 ചെവിയും പഴുപ്പ് ചെയ്തു. പഴുപ്പ് ചേർത്ത് കളഞ്ഞു. ജന്മന കഴിവില്ലായിരുന്നു. ഇപ്പോൾ നല്ല കഴിവുണ്ട്. ഈ ചെവിക്ക് ചെറുതായിട്ട് കഴിവ് കുറവുണ്ട്. നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കേൾക്കുന്ന ഈ ചെവി. പേരെന്താ? ജോസഫ് ചാക്കോ. പേരെന്താ? ജോസഫ് ചാക്കോ. ഭാര്യയുടെ പേരെന്താ? ജെസി. മക്കൾ എത്ര പേരുണ്ട്? 3 മക്കൾ. മൂത്ത മോനോ മോളോ? മൂത്തത് മോന്. രണ്ടാമത്തത് മോനെ. മൂന്നാമത്തത് മോന്. മൂത്ത മോന്റെ പേര് പറയാമോ? ജോയ്സ് ജോസഫ്. ആ ചെവി കേൾക്കുന്നുണ്ടോ? ഇപ്പോഴോ? ചെറുതായിട്ട് കേൾക്കാം. ഒന്ന് ശ്രദ്ധിച്ചേ. രണ്ടാമത്തെ മോന്റെ പേരെന്താ? ജ്യോതിസ്. മൂന്നാമത്തെ ആളോ? ജോമിസ്. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. കൈയടിച്ച നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. എത്ര വർഷമായതാ? ഇപ്പോഴെന്താ സംഭവിച്ചത്? ചെവി തുറന്നു. അനുഭവം ഉണ്ടായി. ഇപ്പൊ ചെവി തുറന്നു. വളർത്ത ചെവി ചോദിച്ചേ. പേരെന്താ? മക്കൾ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞത് കേൾക്കുന്നു. കൈയടിച്ചാ നന്ദി പറയട്ടെ. എൻ്റെ പേര് റീന. ഏകദേശം 5 മാസമായി എൻ്റെ തൊണ്ടയിൽ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു മുഴയുണ്ട്. ആ സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ടെന്ന്. കഴിഞ്ഞ വെള്ളിയാഴ്ച എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അന്നേരം ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ആ നേരത്തെ കണ്ട മുഴയെ അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത് തന്നെ 3-4 കുഞ്ഞു മുഴകളും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നേരം ആ റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ബയോപ്സിയുടെ സാമ്പിള് ശനിയാഴ്ച കൊടുത്തു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ധ്യാനത്തിലേക്ക് വരുന്നത്. എൻ്റെ ജീവിത പങ്കാളി ഇവിടെയുണ്ട്, പേരനിൽ. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ സാബു ബ്രദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ തല മുതൽ കാല് വരെ എന്തോ തരിതരിപ്പ് പോലെ എനിക്ക് തോന്നി. 3 പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടു. അത്ഭുതം എന്ന് പറയട്ടെ. കർത്താവ് എന്നെ സുഖപ്പെടുത്തി. എൻ്റെ തൊണ്ടയിൽ ഇപ്പോൾ മുഴയില്ല. യേശുവേ നന്ദി. യേശുവേ സ്തുതി. നടുവേദനയായിരുന്നു. വീട്ടുകൊണ്ടിരിക്കുവായിരുന്നു. മാറ്റിയിട്ടാണ് വന്നത്. നല്ലൊരു അസുഖം മാറി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇച്ചിരി മുമ്പിലേക്ക് നടുവേദനയായിരുന്നു. അത് ഞാൻ എല്ലാവരും കൂടെ ചാടി. ഞാൻ ചാടുന്നില്ല, എനിക്ക് നടുവേദന പോകുന്നില്ലെന്നപ്പോൾ ഞാൻ മടിച്ചോടിയിരുന്നു. ഇച്ചിരി ഒന്നുകൂടെ ഏറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു അനുഭവം വന്നു. എന്തോ എൻ്റെ ചങ്കിനകത്ത് ഒരു ഇതുപോലെ വന്ന് തന്നിട്ട് അന്നേരം വെള്ളം കുടിക്കാനുണ്ടാവുന്ന ഒരു വിഭ്രാന്തി ഉണ്ടായി. ഞാൻ നേരം കുറേ നേരം നന്നായിട്ട് ചാടി ഡാൻസ് ഒക്കെ കളിച്ചു. ശ്വാസം പോകാൻ പറ്റത്തില്ലായിരുന്നു. ജനിച്ച് 3 ദിവസം ആകുമ്പോൾ ഞാൻ കണ്ടപ്പോൾ കൊച്ചിന് എങ്ങനെയാണ് 3 പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ഉണ്ടായി. 3 പ്രാവശ്യം തടസ്സമായിട്ട് തിരിച്ചു പോന്നു. ഓപ്പറേഷൻ നടന്നില്ല. ഞായറാഴ്ച ഇവിടെ വന്ന് ഉറങ്ങുമ്പോൾ ഭയങ്കര സൗണ്ട്, ഉറങ്ങിക്കഴിയുമ്പോൾ മൂക്കിൽ നിന്ന് ഭയങ്കര സൗണ്ടാണ്, ശ്വാസം എടുക്കാൻ പറ്റാമായിരുന്നു. തിങ്കളാഴ്ച സൗബ്രത പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച ശേഷം
2 ദിവസം ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ ശരിയായ രീതി ശ്രദ്ധിച്ചു. ആ സൗണ്ടേ കേൾക്കുന്നില്ല. നമ്മളെടുക്കുന്ന പോലെ തന്നെ ശ്വാസം പുറത്തേക്ക് പോകുന്നു. യേശുവേ നന്ദി, യേശുവേ. ഇപ്പൊ മൂക്കിൽ മാംസമുണ്ടോ? ഇല്ല. എവിടെ പോയി? എൻ്റെ പേര് ഫാദർ ജസ്റ്റിൻ. ഞാൻ 10-12 വർഷം ആലുവ സെമിനാരിയിൽ കർമ്മൽഗിരിയിലെ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അവിടെ അവസാനത്തെ 2 വർഷം എനിക്ക് തീരെ പാടില്ലായിരുന്നു, കിടപ്പിലായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് അവിടുത്തെ ശുശ്രൂഷയെല്ലാം നിർത്തി കോട്ടയത്തേക്ക് പോന്നു. അവിടെ പ്രീസ്റ്റ് ഹോമിൽ വിശ്രമിക്കുകയായിരുന്നു. തീരെ വയ്യായിരുന്നു. എന്നാൽ അവിടെ വന്നതിന് ശേഷം ക്രമേണ ആരോഗ്യം മെച്ചപ്പെട്ടു. ഞാൻ ഈ ധ്യാനത്തിലേക്ക് വന്നത് നവീകരണത്തിൽ വന്നിട്ട് 10-30 വർഷത്തോളം ഏകദേശമായെങ്കിലും ക്രമേണ ഈ സെമിനാരികളിൽ പലപ്പോഴും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് പോലെയൊന്നും പറയാറില്ല. യഥാർത്ഥത്തിൽ ആവശ്യകതയെക്കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചും നിശ്ചയമായിട്ട് ഇങ്ങനെ പറയാറില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ലാതെ ഇൻ്റലക്ച്വലായിട്ടാണ് മിക്കവാറും ക്ലാസ്സുകളൊക്കെ പോകുന്നത്. ബുദ്ധിയുടെ ഒരു തലത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ അനുഭവം വാസ്തവത്തിൽ അവിടെ കുറവാണ്. നവീകരണത്തിലുള്ളവരോട് പോയാൽ സാധാരണഗതിയിൽ ആ പ്രൊഫസേഴ്സിൻ്റെ ഇടയിൽ വന്നു കഴിയുമ്പോൾ പല അവസരങ്ങളിലും ആ ഒരു രീതി അങ്ങോട്ട് മാറിയിട്ട് അവിടുത്തെ സ്വാധീനം പലപ്പോഴും ഒത്തിരി ശക്തമാണ്. അപ്പോൾ ആ ഒരു ലൈനിൽ കൂടെയൊക്കെ പോകും. അതുകൊണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയ കാര്യങ്ങളെല്ലാം കുറഞ്ഞു പോയതുപോലെ ചോർന്നു പോയതുപോലെയൊക്കെ എനിക്കൊരു അനുഭവം ഉണ്ടായി ആ രോഗ അവസ്ഥയ്ക്ക് ശേഷം. അതെല്ലാം ഒന്ന് ചൂട് പിടിപ്പിക്കണം, ഒന്ന് ഉണർത്തണം, ഒരു നവീകരണം എനിക്ക് വേണം. അതുപോലെ തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു മാനസാന്തരവും ഒരു റീകമ്മിറ്റ്മെൻറ്റ് ഓഫ് ലൈഫ് ഈശോ മിശിഹായ്ക്ക് അതിന് വേണ്ടിയിട്ടാണ് വന്നത്. കർത്താവ് അത് സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹത്താൽ അന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയിൽ ഇന്ന് ബ്രദർ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വിടുതലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവിടെ വന്നു ഈ ശുശ്രൂഷയിൽ. പിന്നെ സാധാരണ ഇതിൽ അൽമായരുടെ ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ധാരാളം സമൃദ്ധമായിട്ടുള്ള സ്തുതിപ്പുണ്ട്. ആ സ്തുതിപ്പിൽ പലപ്പോഴും ബന്ധനങ്ങൾ കഴിഞ്ഞു പോകും. ഞാൻ നേരത്തെ പണ്ടുപോലെ യൂത്ത് ഗ്രൂപ്പിലേക്ക് പോകുമായിരുന്നു. എന്തെങ്കിലും വിഷമമുള്ളപ്പോൾ അവിടെ ചെന്ന് അവരുടെ ആ സ്തുതിപ്പിൽ പങ്കുചേരുമ്പോൾ പലപ്പോഴും ബന്ധനങ്ങളൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോകുന്ന ഒരു അനുഭവം എനിക്ക് നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഹൃദയത്തിൽ വളരെയേറെ ശാന്തതയും സമാധാനവും സന്തോഷവുമാണ്. പ്രത്യേകമായിട്ട് ബ്രദറിനും ധ്യാനത്തിലെ ടീമംഗങ്ങൾക്കും ഈ ധ്യാന കേന്ദ്രത്തിനും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മാതാവ് ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ പറ്റി. അഭിഷേകത്തിൽ നിന്ന് ബ്രദർ തലത്തൊട്ട് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവിന്റെ ദർശനത്തെ കണ്ടു. അങ്ങനെ കൈപിടിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നതായിട്ട് മോന്റെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ഹൃദയത്തിൽ നല്ല എസിക്കകത്ത് ഈ ഐസ് എടുത്ത് ചനുത്തി വെച്ചിരിക്കുന്ന പോലെയാണ് അനുഭവം. ഇത് സന്തോഷം, ഒത്തിരി സന്തോഷമുണ്ട്. കൈയടിച്ച നന്ദി പറയാം. മോനെ എന്താ സംഭവിച്ച അഭിഷേക സമയത്ത്? ഞാൻ മോളെ നോക്കിയപ്പോൾ സ്വർഗം തുറന്നു, ദൈവത്തെ പോലെ ആവാൻ കണ്ടു. അഭിഷേകത്തിൽ വീണ് കഴിഞ്ഞു. സ്വർഗം തുറന്നു. സ്വർഗം കണ്ടു. എന്നിട്ടോ ഇപ്പം തമിഴ്നാട് പോലെ കണ്ടു. അന്നേരം എന്താ അനുഭവം ഉണ്ടായത്? ഒരു വലിയ അനുഭവമായിരുന്നു. ഉള്ളിൽ വലിയ ഒരു അനുഭവമാണ്. ഞാൻ സ്തുതിച്ചോളൂ. കൈയടിച്ച നന്ദി പറയട്ടെ. സംഭവിച്ചത് പറയാമോ? എന്റെ മുമ്പിൽ ഒരു വെട്ടം പ്രകാശം പെട്ടെന്ന് കടന്നുപോയി. ഒരു വെളിച്ചം കടന്നുപോയി. എന്നിട്ടോ എന്നിട്ട് എന്റെ ശരീരം മൊത്തം തളർന്നുപോയി. ശരീരം മൊത്തം തളർന്നുപോയി. തളർന്നു വീണതിന് ശേഷം പിന്നെ എനിക്ക് അറിയത്തില്ല, മറ്റൊരു ലോകത്തായിരുന്നു. അതെ, മറ്റൊരു ലോകത്തായിരുന്നു. കൈയടിച്ച നന്ദി പറഞ്ഞ അഭിഷേകത്തിൽ വീണതിന് ശേഷം സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ശബ്ദമെല്ലാം പോയിട്ട് തലയിലോട്ട് ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു സംഭവം ഉണ്ടായി. ഭയങ്കര ചൂട്, ദേഹം മൊത്തം വേർത്തു. ഇങ്ങനെ വെക്കുമ്പോൾ അടിച്ചുകൊണ്ടിരിക്കുക, ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര മോക്കന്റെ നട്ടലിന്റെ വേദന സൗഖ്യത്തിന്റെ നട്ടൽ വളഞ്ഞെന്ന് പറഞ്ഞാൽ ആണോ? എത്ര നാളായിട്ട് നട്ടൽ വളഞ്ഞിരുന്നു? ഇപ്പൊ നട്ടലിന് വേദന ഉണ്ടോ? ഇല്ല. കൈ അടിച്ച് കയ്യില് ഭയങ്കര കരണ്ടടിക്കുന്ന അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അടുത്ത ഈശോയുടെ കരുണയുടെ രൂപം വന്നിട്ട് നെഞ്ചിന് ഭയങ്കര പ്രകാശം വരുന്നു. അതിന് ജോൺ പോലെന്നെ ഞാൻ ഇങ്ങനെ നടന്നു തരിക, എല്ലാവരുടെ തുടങ്ങിയ വരുന്നു. എന്നിട്ട് തിരുവോസ്തി പദ്ധതി മുഖ്യപ്പെട്ട തിരുവോസ്തിയായിട്ട് ജോൺ പോലെണ്ടാവുമ്പോൾ ഇങ്ങനെ നടന്ന് ഇവിടം വരെ വന്നു കണ്ട് കരച്ചു. രണ്ടാമത്തെ അനുഭവമാണ്. ഇപ്പം കിട്ടിയത് ഞാൻ വീട് കഴിഞ്ഞപ്പോൾ കുറെ മാതാവിനോട് കളിക്കുന്നതാണ്. അതിന് മാതാവിന്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ നോക്കിയിട്ട് മാതാവിന്റെ ഉടുപ്പിന്റെ ആദ്യം ഇങ്ങനെ പൊതിഞ്ഞോണ്ട് പോകുന്ന ഒരു ഇതുണ്ടായി. അതിന് മാതാവിനെ മേടിച്ചോണ്ട് പോവുക എവിടെയാണ് വിചാരിക്കുന്നത്.
എനിക്ക് ആദ്യം വലിയൊരു തീ ഇങ്ങനെ എൻ്റെ കണ്ണിലേക്ക് വന്നു വീഴുന്ന പോലെ എനിക്ക് തോന്നി. അദ്ദേഹത്തിന് പിന്നെ എനിക്ക് ബോധം പോയി. അതിപ്പോൾ ആ ഈശോ ഇങ്ങനെ ഇങ്ങനെ നടന്നു ഇങ്ങനെ എല്ലാവരും എടുത്തേക്ക് ഇങ്ങനെ ഇവിടെ പകുതി വരെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വയലറ്റ് കളറ് ഇങ്ങനെ വയലറ്റ് കളർ അത് കഴിഞ്ഞിട്ട് ഒരു പല പല കളറുകൾ ഇങ്ങനെ തെളിഞ്ഞ ഈശോയുടെ പോകുന്നിടത്തേക്ക് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വലിയ വെള്ള പോലെ ഭയങ്കര മഞ്ഞൊക്കെ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. എൻ്റെ പേര് സിസ്റ്റർ ജസ്റ്റിൻ. ഞാൻ കടമാങ്കുളത്തു നിന്ന് വരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ 2007 തൊട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഓരോ ധ്യാനത്തിന് വേണ്ടി. ഇപ്പോൾ ഞാൻ വന്നത് കഴിഞ്ഞ വർഷവും ഞാൻ ഇതുപോലെ ഈ പ്രാവശ്യം ഇതിന് സമയത്ത് ഞാൻ വന്നു. കാരണം February 2 എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ 71 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞ് 71 വയസ്സിൽ കയറിയപ്പോൾ ഒന്ന് വന്നു. ഇപ്പോൾ ഇത് 71 കഴിഞ്ഞ് 72 കയറുന്നു. അപ്പോൾ ഒരു നവീകരണം ആവശ്യമാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നതാണ്. പിന്നെ ഞാൻ ഒരു കാര്യമേ ഉള്ളൂ ആഗ്രഹിച്ചുള്ളൂ, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടണം. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു എബ്രഹാത്തിനെ പോലെ ഒരു വ്യക്തി എനിക്ക് അബ്രഹാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകണം. ഇങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഒരു നന്നായിട്ട് ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിന് ഞാൻ വന്നതാണ്. എനിക്ക് ആത്മാവ് എനിക്ക് നല്ലതുപോലെ എന്നെ അഭിഷേകം ചെയ്തു. അതിനും വലിയ എനിക്ക് സന്തോഷം. എൻ്റെ ഇടവകയിലുള്ള 2 വ്യക്തികളെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. അതാണ്ട് ഹൃദയത്തെ വളരെയധികം എനിക്ക് സന്തോഷം പറഞ്ഞ ഒന്നാണ്. ഇനി ഞാൻ ഇങ്ങോട്ട് ആൾക്കാരെ ഓരോ പ്രാവശ്യവും മിക്കപ്പോഴും ഞാൻ ഇവിടെ വരുന്ന വ്യക്തിയാണ്. ആളുകളെ ഞാൻ ഇവിടെ കൊണ്ടിരുന്നതാണ്. വിഭവ സംബന്ധമായ സദ്യ ഇവിടെ വിളമ്പുമ്പോൾ ഇത് ഉണ്ണാതെ ഇത് പുറംതിരിഞ്ഞു പോകുന്ന മക്കളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഞാൻ ഈ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരും, സമൃദ്ധമായി ഉണ്ണും. ഇതൊരു ഉഗ്രൻ ധ്യാന സെന്ററായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനാരാധന, ജീവന്റെ ജീവനാരാധന. സൗഖ്യദായകനാരാധന, ജീവന്റെ